പ്രായപരിധിയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് നേതാക്കൾക്ക് ഇളവ് വേണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. 75 വയസ്സ് പ്രായപരിധി എന്ന പാർട്ടി തീരുമാനത്തോട് 100% യോജിക്കുന്നു. എന്നാൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര രംഗത്ത് പ്രാവീണ്യമുള്ള നേതാക്കൾക്ക് ഇളവ് നൽകണമെന്ന് 24 അഭിമുഖത്തിൽ AK ബാലൻ പറഞ്ഞു. 24 ബിഗ് ബ്രേക്കിംഗ്. പ്രായം കൊണ്ട് എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗത്തിലെ ഒരു ചെറിയൊരു വിഭാഗം എന്ന് പറയുമ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യയശാസ്ത്രപരമായി, സംഘടനാപരമായി, രാഷ്ട്രീയമായി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യം സഖാവ് പിണറായിക്ക് കൊടുത്തതുപോലെ തന്നെയുള്ള എക്സംപ്ഷൻ ഒരു നിശ്ചിത ശതമാനം ഒരു ചെറിയൊരു വിഭാഗം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അത് നിലവിലുള്ള പാർട്ടി കമ്മിറ്റിക്ക് തോന്നിയാൽ അവരെ നിലനിർത്തണം. ഭരണഘടനാപരമായിട്ട് തന്നെ ആ രൂപത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് വ്യക്തിപരമായിട്ട് ഞാൻ. പുതിയ ആൾക്കാർ വരണം. ഒരു പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് വലിയ കഴിവുള്ളവരാണ്. ആ കഴിവിനെ നമ്മൾ ആ ടൈമിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാതെ എല്ലാ അസുഖങ്ങളും വന്ന് നേരെ ചൊവ്വേ വർത്തമാനം പറയാൻ പറ്റാത്ത സമയത്ത് പ്രമോഷൻ കിട്ടിയിട്ടെന്താ കാര്യം? അത് കിട്ടേണ്ട സമയത്ത് തന്നെ അത് കൊടുക്കണം. അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനമാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള വയസ്സിൻ്റെ നിയന്ത്രണം. അത് ഏറ്റവും നന്നായിരുന്നു. നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ് 75 വയസ്സ് കടന്നാലും പ്രായപരിധി ഇളവ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള നല്ല പെർഫോമേഴ്സിന് ഈ അവസരം നൽകണം എന്ന അഭിപ്രായം AK ബാലൻ പറഞ്ഞു. ഈ അവസരത്തിൽ തനീഷ് തമ്പി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. തനീഷ്, ഇത് പറയുന്നതിലൂടെ AK ബാലൻ ആരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്? ഗുഡ് മോർണിംഗ് SKN. CPIMനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓരോ സംസ്ഥാന സമ്മേളനവും ശ്രദ്ധേയമാകുന്നത് സംഘടനാപരമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൂടി വാർത്തയായിട്ടാണ്. അത് മുൻപൊക്കെ വിഭാഗീയത വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് CPIM. ഓരോ സംസ്ഥാന സമ്മേളനങ്ങളിലും അതിന്റെ തുടർച്ചകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളും അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകളും ഒക്കെ പാർട്ടി സമ്മേളനത്തിൽ തന്നെ പ്രതിഫലിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനം മുതൽ വിഭാഗീയത സംസ്ഥാന തലത്തിൽ പൂർണ്ണമായി ഇല്ലാതായി എന്ന് CPIM പ്രഖ്യാപിച്ചു. അത് ഇപ്പോഴും അതുപോലെ തന്നെയാണ്. കാരണം പ്രാദേശികമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അത്തരത്തിലുള്ള വിഭാഗീയതകളൊന്നും ഇല്ലാതെ നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ ശാന്തമായ ഒരു സമ്മേളനമാണ് കൊല്ലത്ത് നടക്കാൻ പോകുന്നത്. അപ്പോഴും സംഘടനാപരമായി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ പ്രായപരിധിയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരുന്നത്. 75 വയസ്സ് കഴിഞ്ഞവർ, അതിൽ മുഖ്യമന്ത്രിക്ക് ഇളവുണ്ട് എന്നുള്ള കാര്യം MV ഗോവിന്ദൻ തന്നെ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമുക്ക് നൽകിയ അഭിമുഖത്തിലാണ് ആ കാര്യം അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് ആർക്കെങ്കിലും ഇളവുണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി ചോദ്യം നിലനിൽക്കുന്നത്. ഇതിൽ AK ബാലൻ CPIMന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹമാണ് CPIMന്റെ ഒരു വക്താവിനെ പോലെ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടി പലപ്പോഴും മാധ്യമങ്ങളെ കാണുന്നത്. അദ്ദേഹത്തിന് ഇളവുണ്ടാകുമോ അല്ലെങ്കിൽ അദ്ദേഹം മാറുമോ? അതുപോലെ തന്നെ മുതിർന്ന വനിതാ നേതാവായ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഏക വനിതാ അംഗം എന്ന് പറയാം PK ശ്രീമതി, അവർ തുടരുമോ? അതുപോലെ തന്നെ ആനാവൂർ നാഗപ്പൻ 75 വയസ്സ് പിന്നിട്ടതാണ്. അതുപോലെ തന്നെ സംസ്ഥാന സമിതിയിലുള്ള MC കണ്ണൻ, NR ബാലൻ തുടങ്ങിയ ഒട്ടേറെ നേതാക്കൾ ഈ പ്രായപരിധി പിന്നിട്ട ആളുകളാണ്. അവർക്കൊക്കെ മാറ്റമുണ്ടാകും. അപ്പോൾ പുതിയ ആളുകൾ ആരൊക്കെയാണ് കടന്നു വരിക? യുവ നേതൃത്വം അല്ലെങ്കിൽ യുവ തലമുറയിൽ നിന്ന് ആർക്കൊക്കെ അവസരം ലഭിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളന പ്രക്രിയ ചർച്ചകൾക്കെല്ലാം ശേഷം ഈ പുതിയ നേതൃത്വത്തെ തീരുമാനിക്കും. അല്ലെങ്കിൽ പുതിയ ആളുകളെ ഈ സംഘടനാ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആരൊക്കെ ഉൾപ്പെടുമെന്നുള്ളതാണ്. പുതിയ 6 ജില്ലാ സെക്രട്ടറിമാരാണ് ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൽ രാജു എബ്രഹാം ഒഴികെ ബാക്കി 5 പേരും സംസ്ഥാന സമിതി അംഗമല്ല. അതുകൊണ്ട് ഈ 5 പേർക്കും സംസ്ഥാന സമിതിയിൽ ഇടം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന് പുറമെ സംസ്ഥാന സമിതി അംഗമായിരുന്നിട്ട് നിർജ്ജീവമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ, പ്രായപരിധി പിന്നിട്ടവരെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകും. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ നവകേരളത്തെ സംബന്ധിച്ചിട്ടുള്ള വികസന കാഴ്ചപ്പാടും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഒരുപക്ഷത്ത് നടക്കുമ്പോൾ ഈ ഒരു സമ്മേളനത്തെ ശ്രദ്ധേയമാക്കുക പ്രായപരിധിയും ഒപ്പം തന്നെ ഈ വരാൻ പോകുന്ന തലമുറ മാറ്റവും തന്നെയായിരിക്കും. SKN. ഓക്കെ, താങ്ക് യു. തനീഷ് തമ്പിയാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.